തന്നെ കേരള പോലീസിന്റെ മിഷൻ ഗോവിന്ദച്ചാമി സക്സസ് ആയെന്ന് കേൾക്കുന്നു. ഗോവിന്ദച്ചാമിക്ക് എവിടെയോ ഒന്ന് പാളി, ചാടി 10ാമത്തെ മണിക്കൂറിൽ അകത്തായെന്നാണ് കേൾക്കുന്നത്. എന്താണ് ഇവിടുത്തെ വിവരം? എന്താണ് ഇത് പറയും മുമ്പേ ഇതിന്റെ താഴെ ഒരു കമന്റാണ് ആദ്യം എനിക്ക് ചിരിക്കാൻ തോന്നിയത്. കാരണം ഇവർ തന്നെ ഇറക്കി വിട്ടിട്ട് ഇവർ തന്നെ ഒളിപ്പിക്കാൻ സ്ഥലവും കൊടുത്തിട്ട് ഇവർ തന്നെ ചെന്ന് പിടിച്ച് എന്നിട്ട് പറയും കേരള പോലീസിന്റെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി. നല്ല തൂവലായിപ്പോയി. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല, പൊൻതൂവൽ വെക്കുന്നതിന് മുമ്പ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലത്ത് നിന്ന് ഒരു പ്രമാദമായൊരു കേസിലെ പ്രതി, അതും പൂർണ്ണ ആരോഗ്യവാനല്ലാത്ത, അതായത് ഒരു അവയവം വികലാംഗൻ എന്നാണല്ലോ നമ്മൾ പറയുക, ഭിന്നശേഷിക്കാരൻ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ അത്തരത്തിൽ ഒരാൾ ജയിലിൽ ചാടി പോയി എന്നൊക്കെ പറയുന്നത് അതത്രക്ക് അങ്ങ് ദഹിക്കുന്നില്ല. പക്ഷെ പ്രേമലാലേട്ടാ, ഇന്ന് ഞാൻ 24-ൽ കണ്ടത് മുൻ ജയിൽ DGP ആയിരുന്ന ശ്രീലേഖ IPS അവർ പറയുന്നത് ഇയാൾക്കൊരു കൈയില്ലെങ്കിൽ ഒരു 10 ആള് ചെയ്യേണ്ട കാര്യങ്ങൾ ഇയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ശരീര ബലം കൂടിയ ഒരു മനുഷ്യനാണ്. ഒരു സ്ത്രീയെ ഒരു കൈ കൊണ്ട് അവരെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തണമെങ്കിൽ അയാൾ എത്രത്തോളം കൊടും ക്രിമിനൽ ആയിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ കണ്ണൂർ ജയിലിന്റെ ഗുരുതരമായ വീഴ്ച, ജയിൽ അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം ഒരാഴ്ചയായി ഇയാൾ ജയിലിലെ ജയിലഴികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇയാൾ ഇത് മുറിച്ച്. അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് ഈ ജയിൽ അധികൃതർ കണ്ടിട്ടില്ലേ? ഇപ്പൊ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പൂട്ടിയത്. അതായത് വളാപ്പിലെ ഒരു ഒഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കാരണം ഇയാൾ പുറത്ത് നിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇട്ടിരുന്ന വസ്ത്രത്തിൽ മാറ്റമുണ്ട്. അകത്തുള്ള ജയിൽ പുള്ളികൾ എടുത്ത വസ്ത്രമല്ല പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. പിടിക്കുമ്പോൾ ഒരു കറുത്ത പാൻറ് മാത്രമേ ഉള്ളൂ, ഷർട്ടില്ല, ഒരു കറുത്ത പാൻറ് മാത്രമേ ഉള്ളൂ. പക്ഷെ പുറത്ത് ഇയാൾ മറ്റ് ഷർട്ടുകൾ ധരിച്ച് നടന്നു പോകുന്ന ഫോട്ടോസ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. തലയിലൊരു ചുമടൊക്കെ വെച്ചുകൊണ്ട് ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പോ എന്താണ് അതിന്റെ അകത്ത്? ഇപ്പൊ പോലീസ് ഇപ്പൊ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഇപ്പോ ജയിൽ അധികൃതർ സഹായിച്ചുവെങ്കിൽ അത് പോലീസ് പുറത്തുവിടില്ല. കാരണം പോലീസിനെ മാധ്യമങ്ങളെല്ലാം നാട്ടുകാരും ഒക്കെ കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടും. അതുകൊണ്ട് പോലീസ് അത് പുറത്തുവിടില്ല. പുറത്തു നിന്ന് കിട്ടിയ ആളിന്റെ സഹായത്തെക്കുറിച്ച് മാത്രമാകും ഇവിടെ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ സൗമ്യയുടെ അമ്മയെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് സൗമ്യയുടെ അമ്മയെ തീർക്കാനുള്ള ഒരു ലക്ഷ്യം ഇയാൾക്കുണ്ട് എന്ന്. കാരണം അവരാണല്ലോ ഈ കേസുമായി ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇയാൾക്ക് ജീവപര്യന്തവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും സൗമ്യയുടെ അമ്മയായിരിക്കണം ഇയാളുടെ ലക്ഷ്യം. ജീവപര്യന്തം എന്ന് പറഞ്ഞാലും ഈ ഒരു ജയിൽ ബ്രേക്ക് കൂടി നടത്തിയ സ്ഥിതിക്ക് ഗോവിന്ദച്ചാമിയുടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രശ്നമാണ്. അതെ, ഇനി പോലീസ് പരുവാക്കും. കാരണം ഈ തുറന്നു വിട്ടാൻ സഹായിച്ചാണെങ്കിലും അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരെ ഒരു പക്ഷെ ഇരുചെവി അറിയാതെ എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള സാധ്യതയായിരിക്കും ഉള്ളത്. പക്ഷെ ഇയാളെ പിഴിഞ്ഞെടുക്കുമായിരിക്കും. ഈ ജയിൽ തടവിലുള്ളവർക്ക് നല്ല നടപ്പ്, നല്ലാത്ത നടപ്പ്, അങ്ങനെ കുറെ നടപ്പൊക്കെ പറഞ്ഞിട്ടാണല്ലോ ശിക്ഷാ ഇളവുകൾ കൊടുക്കുക. അതെ, ഷെറിനെ അങ്ങനെയല്ലേ വിട്ടത്. ഇനിയിപ്പോ നല്ല നടപ്പ് പ്രതീക്ഷിക്കണ്ട. ഇനിയിപ്പോ അങ്ങനെ ഒരു നല്ല നടപ്പ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ബോധപൂർവ്വം പോലീസ് അവസരം ഒരുക്കിയതാണോ എന്നും സംശയിക്കേണ്ടി. അത് ശരിയാ. കാരണം മട്ടനും ചിക്കനും പിന്നെ മുട്ടയും ഒക്കെ കൊടുത്ത് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇപ്പൊ കുറച്ചൊന്ന് മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശാരീരികമായ അവശതകൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും പിന്നെ ജയിൽ DIG ബൽറാം കുമാർ ഉപാധ്യായ അദ്ദേഹം പറയുന്നത് കൃത്യമായ അന്വേഷണം നടത്തും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അന്വേഷണം നടത്തി അത് ആരാണ് എന്നുള്ളത്, അകത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, അത്തരത്തിൽ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം വൈകിട്ട് 5 മണിക്ക് ജയിലിനകത്ത് ജയിൽ പുള്ളികളെ കയറ്റുമ്പോൾ എന്തുകൊണ്ട് ഒരു സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഗോവിന്ദച്ചാമി അവിടെ ഉണ്ടോ എന്ന് ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. മറ്റൊരു കാര്യം, ഈ ഒരാഴ്ച കൊണ്ട് ജയിലടി അറുത്തുകൊണ്ടിരുന്ന ഒരാൾ ഇയാളെ ഈ ഒരാഴ്ചയായിട്ടും എന്തുകൊണ്ട് ഇയാൾ ഇത് ചെയ്യുന്നത് ജയിൽ അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം. പിന്നീട് ഇയാൾക്ക് ഈ വടം കെട്ടി പുറത്ത് കടക്കാൻ സഹായിക്കുന്ന ഒരാളുണ്ടാവും. കാരണം ജയിലിലെ മതിലെന്ന് പറയുന്നത് നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ. അവിടുത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഇയാൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി അവിടെ മുഴുവൻ CCTV ക്യാമറകളുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഒരാൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി മതിൽ ചാടി പുറത്ത് കടന്നു പോകുക എന്നൊക്കെ പറയുന്നതും നിമിഷ നേരം കൊണ്ട് പോലീസ് ഞാൻ ദാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വന്ന് പിടിച്ചോ എന്ന് പറയുന്നത് പോലെ ആ പരിസരം മൊത്തം അരിച്ചു പറക്കുന്നു.
ഈ ചാടിയിട്ട് മണിക്കൂറുകൾക്ക് മുൻപേ പോലും. അപ്പൊ ഈ ചാടിക്കഴിഞ്ഞതിന് ശേഷം ഒരാൾ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാനാണ് എങ്ങനെയെങ്കിലും നോക്കുന്നത്, അല്ലെ? ചാടിക്കഴിഞ്ഞാൽ ആ പ്രദേശം കടന്ന് മറ്റെവിടേക്കെങ്കിലും പോവുക എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഈ 10 മണിക്കൂറോളം അല്ലെങ്കിൽ ചാടിയ ശേഷമുള്ള മണിക്കൂറുകൾ മുഴുവൻ ഇയാൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകുന്നു. പല വീട്ടുകാരും ഇയാളെ കാണുന്നു. കണ്ണൂർ DCC ഓഫീസിന്റെ പുറകിലുള്ള ഒരു ചായക്കടയിൽ ഇയാൾ പതുങ്ങിയിരിക്കുന്നു എന്ന് ആളുകൾ കാണുന്നു. പിന്നെ അതിനുശേഷം വളാപ്പിലെ ഒരു വീടിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ കിണറ്റിൽ നിന്ന് ഇയാളെ പോലീസ് പൊക്കിയെടുക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി, വളരെ ആഘോഷമായൊക്കെ ചാനലുകൾ ആഘോഷിക്കുന്നുണ്ട്. ഇയാളെ ജയിലിൽ നിന്ന് പോലീസുകാർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു മുറിക്ക് 5-ാം നമ്പർ മുറിക്കകത്തേക്ക് കയറ്റുന്നു. അവിടെ ചോദ്യം ചെയ്യും. ഇനി എന്ത് ചോദ്യം ചെയ്യലെന്ന് ചോദിച്ചാൽ ആരാണ് നിങ്ങളെ സഹായിച്ചത്? അല്ല, ഈ നാട്ടുകാർ പിടിച്ച കൂട്ടത്തിൽ ഏതോ ഒരു വിരുദ്ധൻ ഗോവിന്ദച്ചാമി നന്നായിട്ട് സ്വീകരിച്ചതായിട്ടും സംഗതികളുണ്ട് കേട്ടോ. അടിച്ചുരുട്ടി എന്നാണോ? അതെ അതെ, നല്ല സ്വീകരണം കൊടുത്തതായിട്ടാണ്, നല്ല പൗരസ്വീകരണം കൊടുത്തതായിട്ടാണ് വിവരം. പിന്നെ യതീഷ് ചന്ദ്ര ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ കാര്യം. പോലീസ് അല്ല, നാട്ടുകാരുടെ വക പൗരസ്വീകരണം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ വക പൗരസ്വീകരണം ഉണ്ട്. ഇനി യതീഷ് ചന്ദ്രയുടെ വക അതിലും വലിയ പൗരസ്വീകരണം, അല്ല അതിലും വലിയ പോലീസ് സ്വീകരണവും ചിലപ്പോൾ അതിന്റെ അകത്ത് ഉണ്ടാകും. യതീഷ് ചന്ദ്ര ആയതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇയാളെ ചിലപ്പോൾ മാലയിട്ടൊക്കെ അകത്ത് കയറ്റി കൊണ്ടുപോകും. യതീഷ് ചന്ദ്ര ആയതുകൊണ്ട് നമുക്ക് കൃത്യമായി വിശ്വസിക്കാം. അദ്ദേഹം ഇതിൽ അകത്തുള്ളവരുടെ പേരും പുറത്തു പറയാൻ മടിയില്ലാത്ത ആളാണ്. പുറത്തുനിന്ന് സഹായിച്ചവന്റെ പേരും പറയാൻ മടിയില്ലാത്ത ആളാണ്. പിന്നെ ഈ ആളൂരിന്റെ മരണശേഷം ഇയാൾ വല്ലാതെ തകർന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഇനി രക്ഷപ്പെടുത്താൻ ആളില്ല എന്നുള്ള ഒരു തോന്നൽ ഇയാളെ വല്ലാത്ത രീതിയിൽ അലട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനി ഒരു പുതിയ അഡ്വക്കേറ്റിനെ കണ്ടുപിടിച്ച് ഇയാളെ ജീവപര്യന്തം കൂടി റദ്ദാക്കി ഇയാൾക്ക് ഇനി ജീവിതകാലത്ത് പുറത്തിറങ്ങാൻ കഴിയില്ല. മരണം വരെ അതിന്റെ അകത്ത് തന്നെയാണ്. അത് ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പൊ ഇയാളെ ചാടിയതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. അല്ലാതെ ഒരുത്തൻ ഈ ജയിലിൽ അതാണ് ഇവിടുത്തെ ചോദ്യം. ചാടിച്ചതാണോ? അങ്ങനെ ഇപ്പോ വരുന്ന കമന്റുകൾ എന്തോ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് മറയ്ക്കാനായി, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായി ഇയാളെ ചാടിച്ചിട്ട് ഗോവിന്ദച്ചാമി ചാടിയത്. ഇപ്പൊ അതിൻ്റെ അകത്ത് കിടക്കുന്ന ജോസഫ് ചാടി എന്ന് പറഞ്ഞാൽ ഏത് ജോസഫ്? ആ പെറ്റി കേസിലെ പ്രതി ജോസഫേ, അവൻ ജയിലിൽ ചാടി. നമ്മളാരെങ്കിലും വാർത്തയാക്കുവോ? ഇല്ല. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ ഇന്ന് മൊത്തം അന്തി ചർച്ചയും മൊത്തത്തിലുള്ള ചാനലുകളുടെ എല്ലാം ഫോക്കസും അങ്ങോട്ടാണ്, ഗോവിന്ദച്ചാമിയിലേക്കാണ്. ആ ഫോക്കസ് അവിടേക്ക് തിരിയുമ്പോൾ ഇവിടെ വേറെ വല്ല കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ സംശയം. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അത് മറയ്ക്കപ്പെടാൻ, അത് മാധ്യമങ്ങളുടെ കണ്ണിൽ എത്തപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ ജയിൽ ചാടിപ്പിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ പിടിക്കാറുണ്ട്. ഇന്ന സ്ഥലത്ത് നീ ഇരുന്നോളണം, ഞങ്ങൾ ലോകം മൊത്തവും ചുറ്റിക്കറങ്ങും, എന്നിട്ട് നീ ഇരിക്കുന്ന സ്ഥലത്ത് അവസാനം ഞങ്ങൾ വന്ന്, കാരണം ക്യാമറകൾ ഇങ്ങനെ പോവുകയാണ് ബാക്കിൽ നിന്ന്. പോലീസ് അവിടെ പോകുന്നു, പോലീസ് ഇവിടെ പോകുന്നു, അവിടെയൊക്കെ പോയിട്ട് അവസാനം പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അത് ഉറപ്പാണ്. ആ ലക്ഷ്യം എന്തായാലും പുറത്തു വരുമോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷേ ജയിലിനകത്തും ജയിലിന് പുറത്ത് ഗോവിന്ദച്ചാമിയെ സഹായിച്ചത് ആരാണ്? ഈ ചാടിയതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആവേശങ്ങളൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, വ്യൂസ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ഒരു പുണ്ണാക്കം നടക്കാൻ പോണില്ല.